ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിക് സയൻസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരുപാട് വീഡിയോസ് ഓൺലൈൻ ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസുമായിട്ട് കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഉണ്ട്. ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ ഒരു ചോദ്യം നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചർ. ഈ പിക്ചർ നിങ്ങൾ കണ്ടല്ലോ. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ്, പോളിനേഷനെ കുറിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിക്ചർ എയും പിക്ചർ ബിയും ഉണ്ട്. ഐഡൻറ്റിഫൈ ദ ടൈപ്സ് ഓഫ് പോളിനേഷൻ ഇൻ ബോത്ത് ദ പിക്ചേഴ്സ്. 2 പിക്ചറിലുള്ള പോളിനേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഡു ദീസ് 2 ടൈപ്സ് ഓഫ് പോളിനേഷൻ ഒക്കർ ഇൻ പംകിൻ ഫ്ലവർ വൈ. ഇത് പംകിൻ ഫ്ലവറിൽ ഒക്കർ ചെയ്യുന്നുണ്ടോ, സംഭവിക്കുന്നുണ്ടോ? ഈസ് ദിസ് ടൈപ്പ് ഓഫ് പോളിനേഷൻ ടേക്സ് പ്ലേസ് ഇൻ നട്ട്മഗ് ട്രീ വൈ. നട്ട്മഗ് ട്രീയിൽ ഇങ്ങനത്തെ പോളിനേഷൻ നടക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ഏതാ പോളിനേഷൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ 3 തരം പോളിനേഷൻ ആണല്ലോ പഠിച്ചത്. ഏതൊക്കെയാണ്? സെൽഫ് പോളിനേഷൻ, പിന്നെ അതേപോലെ തന്നെ പിന്നെ ഏതായിരുന്നു? സെൽഫ് പോളിനേഷൻ, പിന്നെ സെൽഫ് പോളിനേഷനും അതേപോലെ തന്നെ ക്രോസ് പോളിനേഷനുമാണ് നമ്മൾ പഠിച്ചത് അല്ലേ. സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്കിതിൽ ഏതാണെന്ന് നോക്കാം. പിക്ചർ എ എന്താണ്? എന്താണ്? സെൽഫ് പോളിനേഷനാണ് അല്ലേ. ഇത് സെൽഫ് പോളിനേഷനാണ്. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഡു ദീസ് 2 ടൈപ്സ് ഓഫ് പോളിനേഷൻ ഒക്കർ ഇൻ പംകിൻ ഫ്ലവേഴ്സ് വൈ. ഡസ് നോട്ട് ഒക്കർ. പംകിൻ ഫ്ലവേഴ്സിൽ ഈ ഒരു സെൽഫ് പോളിനേഷൻ നടക്കില്ല. കാരണം എന്താണ്? ഓൺലി ക്രോസ് പോളിനേഷൻ ഒക്കേഴ്സ് ഇൻ പംകിനിൽ നടക്കുന്നത് ക്രോസ് പോളിനേഷൻ എന്നാണ്. അതായത് ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പോളൻ ഓഫ് എ ഫ്ലവർ ഫാൾസ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ ഓഫ് അനദർ പ്ലാന്റ്. ഒരു ഫ്ലവറിലുള്ള പോളൻ മറ്റേ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ വീണാൽ അതാണ് ക്രോസ് പോളിനേഷൻ. അത് മാത്രമേ പംകിനിൽ നടക്കുള്ളൂ. ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ സീൻ ഇൻ ദ സെയിം പ്ലാന്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇൻ ദിസ് ടൈപ്പ് ഓഫ് പോളിനേഷൻ ടേക്സ് പ്ലേസ് നട്ട്മഗ് ട്രീ. അത് നട്ട്മഗിൽ നടക്കുമെന്ന്. നോ. ഇൻ നട്ട്മഗ് ട്രീ ഫീമെയിൽ ആൻഡ് മെയിൽ ഫ്ലവേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. നട്ട്മഗ് ട്രീയിൽ ഫീമെയിലും മെയിലും ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണുള്ളത്. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ ദ സെയിം പ്ലാന്റ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2 പോളിനേഷൻ ഉണ്ട്. ഒന്ന് സെൽഫ് പോളിനേഷനും ഒന്ന് ക്രോസ് പോളിനേഷനും ആണ്. ഓക്കെ. 1 ടൈപ്പ് ഓഫ് സെൽഫ് പോളിനേഷൻ മാത്രമാണ് ക്യുക്കമ്പറിലൊക്കെ നടക്കുന്നത്. സെൽഫ് പോളിനേഷൻ എവിടെയൊക്കെയാണ് നടക്കുന്നത്? ക്യുക്കമ്പറിലാണ് നടക്കുന്നത്. പിന്നെ ഒരു പോളിനേഷനും കൂടി ഉണ്ട്, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. 3 തരം പോളിനേഷനാണ് ഉള്ളത്. ഇത് സെൽഫ് പോളിനേഷനാണ്. ക്രോസ് പോളിനേഷനുണ്ട്, ആർട്ടിഫിഷ്യൽ പോളിനേഷനുണ്ട്. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫില്ല് ചെയ്യാനാണ്. പാർട്സ് ഓഫ് ദ ഫ്ലവറും ഫങ്ഷനും എഴുതാനാണ്. ആൻഡ്രോഷ്യം ഉണ്ട്. പിന്നെ അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ആൻഡ്രോഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ഫ്ലവർ. ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രോഷ്യം. അതേപോലെ ഗൈനോഷ്യം എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അപ്പോൾ ആൻഡ്രോഷ്യം മെയിലാണ്, ഗൈനോഷ്യം എന്ന് പറഞ്ഞാൽ ഫീമെയിലാണ്. ഇനി കൊറോല എന്ന് പറഞ്ഞിട്ട് പ്രൊവൈഡ്സ് കളർ ആൻഡ് ഫ്രാഗ്രൻസ് ടു ദ ഫ്ലവർ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഒരു ഫംഗ്ഷൻ അങ്ങനത്തെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സോ മെസ്സോ ഫോളോയിങ് ഒക്കെ ചോദിക്കാം. അപ്പോൾ ആൻഡ്രോഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ഫീമെയിൽ പ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഗൈനേഷ്യമാണ്. പ്രൊവൈഡ് കളർ ആൻഡ് ഫ്രാഗ്രൻസ് ടു ദ ഫ്ലവർ ഏതാണ്? കൊറോലയാണ്. പിന്നെ കാലിക്സിൻ്റെ എന്താണ് ഫംഗ്ഷൻ? പ്രൊട്ടക്ട്സ് ദ ഫ്ലവർ വെൻ ഇറ്റ് ഈസ് ബഡ് സ്റ്റേജ് ആകുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ സപ്പോർട്ട്സ് ദ പെറ്റൽ ആഫ്റ്റർ ദേ ഓപ്പൺ. ഇനി തലാമസ് എന്ന് പറഞ്ഞാൽ ഹോൾസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ഫ്ലവർ. തലാമസ് എന്ന് പറഞ്ഞാൽ ഹോൾസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ഫ്ലവർ. എന്താണ്? തലാമസ് എന്നാണ് ഇവിടെ. ഇനി പെഡിസൽ കണക്ട്സ് ദ ഫ്ലവർ വിത്ത് ദ പ്ലാന്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം വരും. ഓക്കെ. അപ്പം മെയില് ആൻഡ്രോഷ്യം, ഫീമെയില് ഗൈനോഷ്യം. കൊറോല എന്ന് പറയുന്ന കളറും ഫ്രാഗ്രൻസും മണവും നിറവും ഒക്കെ നൽകുന്നത്. കാലിക്സ് പ്രൊട്ടക്ട്സ് ദ ഫ്ലവർ വെൻ ഇറ്റ് ഈസ് ബഡ് സ്റ്റേജ്. തലാമസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഫ്ലവറിൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ആരാണ്? തലാമസ് ആണ്. അപ്പോൾ അതിൻ്റെ പാർട്സൊക്കെ നിങ്ങൾ വരച്ചിട്ട് അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഇനി ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. പംകിൻ ഫ്ലവർ ഈസ് എ യൂണിസെക്സ്വൽ ഫ്ലവർ. ശരിയാണ്. പംകിൻ എന്ന് പറയുന്നത് യൂണിസെക്സ്വൽ ഫ്ലവറാണ്. അപ്പോൾ പംകിൻ എന്ന് പറയുന്നത് എന്താണ്? യൂണിസെക്സ്വൽ ഫ്ലവറാണ്. അപ്പോൾ അതെന്താണ്? ശരിയാണ്. ഇനി അടുത്തത് സ്റ്റാമൻസ് ആർ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഓഫ് ദ ഫ്ലവർ. അത് തെറ്റാണ്. നമ്മൾ സ്റ്റാമൻസ് ആർ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഓഫ് ദ ഫ്ലവർ.
ഇനി അടുത്തത് ദ പോളൻ ഗ്രെയിൻസ് ഓഫ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആർ ഹെവി. പോളൻ ഗ്രെയിൻസ് ഓഫ് വിൻഡ് പോളിനേറ്റർ ഒരിക്കലും ഹെവി ആയില്ല, കാറ്റിലിങ്ങനെ പറന്ന് കളിക്കണ്ടേ, അപ്പോൾ അതെന്തായിരിക്കും? ഫോൾസ് ആണ്. ദ പോളൻ ഗ്രെയിൻസ് ഓഫ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആർ ലൈറ്റ് ആയിരിക്കും. ഇനി ഇഫ് ദ പോളൻ ഗ്രെയിൻസ് ഓഫ് എ ഫ്ലവർ ഫോൾ ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ ഓർ ഓൺ ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് ദ സെയിം ലൈൻ ഇറ്റ് ഈസ് കോൾഡ് ക്രോസ് പോളിനേഷൻ. ഇത് ക്രോസ് പോളിനേഷൻ ആണോ? അല്ല. സെയിം പ്ലാന്റിൽ തന്നെ വീകുന്നതിന് എന്താ പറയുക? സെൽഫ് പോളിനേഷൻ എന്നാണ് പറയുക. ഇഫ് ദ പോളൻ ഗ്രെയിൻസ് ഓഫ് എ ഫ്ലവർ ഫോൾ ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം പ്ലാന്റ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ് ഈസ് കോൾഡ് സെൽഫ് പോളിനേഷൻ. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ പോളിനേഷൻ ഓഫ് 2 types ഓഫ് ഫ്ലവേഴ്സ് ഈസ് ഗിവൺ ഇൻ ദ ഫ്ലോ ചാർട്ട് ബിലോ. കംപ്ലീറ്റ് സ്യൂട്ടബ്ലി. 2 തരം പോളിനേഷൻ്റെ കാര്യങ്ങളാണ് ഈ ഫ്ലോ ചാർട്ടിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വായിച്ചുക. ഫ്ലവർ ഹാസ് ആൻ അട്രാക്റ്റീവ് കളർ, ഫ്രാഗ്രൻസ് ആൻഡ് നെക്ടാർ. ഫ്ലവറിന് നല്ല മണമുണ്ട്, അട്രാക്ഷനും തേനും ഒക്കെ ഉണ്ട്. അപ്പോൾ പോളിനേറ്റിംഗ് ഏജൻറ്റ് ഏതായിരിക്കും? പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് ഇവിടെ നമുക്ക് എന്താ ഫില്ല് ചെയ്യുന്നത്? ഇൻസെക്ട്സ് ആയിരിക്കും. എന്താണ്? ഇൻസെക്റ്റ് ആയിരിക്കും, പ്രാണികളായിരിക്കും. എക്സാമ്പിൾ ഓഫ് അതിന് എക്സാമ്പിൾ എന്താണ്? റോസും ഹിബിസ്കസും. അപ്പോൾ റോസിലും ഹിബിസ്കസിലും പോളിനേറ്റിംഗ് ഏജൻറ്റ് എന്താണ്? ഇൻസെക്ട്സ് ആണ്. ഇനി അടുത്ത് നോക്കാം. ലൈറ്റ് പോളൻ ഗ്രെയിൻസ് സ്റ്റിക്സ് ഓൺ ദ സ്റ്റിഗ്മ. ലൈറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആണ്. പോളിനേറ്റിംഗ് ഏജൻറ്റ് എന്തായിരിക്കും? വിൻഡ് ആയിരിക്കും. ലൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് ഉറപ്പിക്കാം? വിൻഡ് ആയിരിക്കും. എന്താ വെച്ചാൽ കാറ്റിൽ പാറിക്കളിക്കണമെങ്കിൽ ലൈറ്റ് പോളൻ ഗ്രെയിൻസ് ആണ്. എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ്സ് ഏതാണ്? അമരാന്തസ്, പിന്നെ മൾബറി. ഓക്കെ. ഇനി അടുത്ത. ഹൗ ഡു കാലിക്സ് ആൻഡ് കൊറോള ഓഫ് എ ഫ്ലവർ ഡിഫർ ഇൻ ദെയർ ഫങ്ഷൻ? നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ കാലിക്സും കൊറോളേ. കാലിക്സ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട്സ് ദ ഫ്ലവർ വെൻ ഇറ്റ് ഈസ് ബഡ് സ്റ്റേജ്. കൊറോള എന്ന് പറയുന്നത് പ്രൊവൈഡ് കളർ ഫ്രാഗ്രൻസ് ടു ദ ഫ്ലവർ. ഓക്കെ. പ്രൊട്ടക്ട്സ് ദ ഫ്ലവർ വെൻ ഇറ്റ് ഈസ് ദ ബഡ് സ്റ്റേജ്, സപ്പോർട്ട്സ് ദ പെറ്റൽ ആഫ്റ്റർ ദി ഓപ്പൺ. കൊറോള എന്ന് പറയുന്നത് ഗിവൺ ദ ഫ്ലവർ ഫ്രാഗ്രൻസ്, കളർ ആൻഡ് അട്രാക്റ്റീവ്നെസ്. ഇനി ഇത് ഒരു ഈ പിക്ചർ വരയ്ക്കുക, എന്നിട്ട് പാർട്സ് അടയാളപ്പെടുത്താനാണ്. വേർ ആർ ദ മെയിൽ ഗാമൻസ് സീൻ ഇൻ ദ ഫ്ലവർ? എക്സ്പ്ലെയിൻ. അപ്പോൾ ഈ പിക്ചർ വരയ്ക്കാനൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നെ പാർട്സ് എന്തായാലും പഠിച്ചിരിക്കണം. ഒന്നാമത്തെ എന്താണ്? സ്റ്റിഗ്മയാണ്. ഇതെന്താണ്? സ്റ്റിഗ്മ. ഓക്കെ, സ്റ്റിഗ്മ എന്ന് എഴുതാം. പിന്നെ രണ്ടാമത്തേത് എന്താണ്? സ്റ്റൈലാണ്. അതെവിടെയാണ്? ഇതാണ് കേട്ടോ. ഓക്കെ, സ്റ്റൈല്. മൂന്നാമത്തെ എന്താണ്? ഇവിടെ എന്താണ്? സ്റ്റൈല്, സ്റ്റിഗ്മ സ്റ്റൈൽ. ഇത് ഓവറി. ഓവറി. പിന്നെ ലാസ്റ്റ് വൺ ഇതെന്താണ്? ഓവ്യൂൾ. എന്താണ്? ഓവ്യൂൾ. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്തത്. വേറെ ആരുടെ മെയിൽ ഗാമറ്റ്സ് സീൻ ഇൻ എ ഫ്ലവർ? അത് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ എവിടെയാണ്? ഇൻ ദ പോളൻ ഗ്രെയിൻ. മെയിൽ ഗാമറ്റ്സ് സീൻ ഇൻ എ ഫ്ലവർ. ഫ്ലവറിൽ എവിടെ കാണുന്നത്? പോളൻ ഗ്രെയിൻസിലാണ് കാണാം. ആൻഡ്രോഷ്യം ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. നമ്മൾ നേരത്തെ പഠിച്ചു. ആൻഡ്രോഷ്യം എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഗൈനോഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിലാണ്. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റാമൻസ്. ഈ ആൻഡ്രോഷ്യത്തിൽ എന്തുണ്ട്? സ്റ്റാമൻസ് ഉണ്ട്. ഈ സ്റ്റാമൻസിൽ എന്തുണ്ട്? 2 parts ഉണ്ട്. ദ സ്റ്റാമൻ ഹാസ് 2 parts. ആ പാർട്സിൻ്റെ പേരെന്താണ്? ഫിലമെൻറ്റ് ആൻഡ് ദ ആന്തർ. ഫിലമെൻറ്റ് ആൻഡ് ആന്തർ. ഓക്കെ, ഫിലമെൻറ്റ് ആൻഡ് ആന്തർ. പോളൻ ഓർ പോളൻ ഗ്രെയിൻസ് ആർ ഫൗണ്ട് ഇൻ ദ ആന്തർ. അപ്പോൾ പോളൻ ഗ്രെയിൻസ് എവിടെയാണ് കാണുന്നത്? ആന്തറിലാണ്. അതെങ്ങനെയാണ്? ആൻഡ്രോഷ്യം ഉണ്ട്. ആൻഡ്രോഷ്യത്തിന് സ്റ്റാമൻ ഉണ്ട്. സ്റ്റാമനിൽ 2 ഭാഗമുണ്ട്, ഫിലമെൻറ്റ് ആൻഡ് ആന്തർ ഉണ്ട്. അതിലാണ് ആന്തറിലാണ് പോളൻ ഗ്രെയിൻസ് നമ്മൾ കാണുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഇനി നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാം. താങ്ക് യു.